ഇത് കറക്കുന്ന ടൈപ്പാ അത്. വണ്ടിയാണോ? வந்துட்டே சொல்லடா. പടവലങ്ങയ്ക്ക് എത്ര നീളം? ഹലോ, നമ്മുടെ പുതിയൊരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഹായ് ഹലോ. ഹായ്. ഇപ്പം ക്യാമറ ഫ്ലിപ്പ് ചെയ്ത് വെച്ചേക്കോ, ഇച്ചിരി കഴിഞ്ഞ് തിരിച്ചു വെക്കണം. കാരണം നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താണ് മുതലേ? ട്രൂത്ത് ഓർ ലൈ തിങ്സ് ചലഞ്ച് സുഹൃത്തുക്കളെ. അമ്പൂട്ടിന് ഇട്ടിരിക്കുന്ന നിക്കറിന്റെ കളർ ഏത്? ഇപ്പൊ നീ കാണാം, കാക്കി. അപ്പൊ ട്രൂത്ത് ഓർ ലൈ തിങ്സ് ചലഞ്ച് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ഞാനൊരു സാധനം എടുക്കും. അപ്പൊ എടുത്തിട്ട് അത് മൃദുല കറക്റ്റ് ഏതാണെന്ന് ഗസ്, ട്രൂത്ത് ആണോ ലൈ ആണോ എന്ന് അവിടെ അപ്പുറത്തിരുന്ന് ഗസ് ചെയ്യണം. അപ്പം ഇപ്പൊ കൊറേ പേര് ഇതൊക്കെ ചെയ്യുന്നയാ. അതെ അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ ഞാൻ ഉദാഹരണം ഒരു കിണ്ടി എടുക്കാന്ന് വെക്കുക. അപ്പൊ ഞാനത് ലൈ ആയിട്ട് അല്ലെങ്കിൽ ട്രൂത്ത് ആയിട്ട് കിണ്ടി തന്നെ പറഞ്ഞു. അത് മൃദുല കുറച്ച് ഫീച്ചേഴ്സ് പറയണം. കിണ്ടിക്കൊക്കെ എന്ത് ഫീച്ചേഴ്സ് അല്ലേ? അല്ല അത് വേണ്ട. അതിന്റെ വാലിൽ എത്ര നീളമുണ്ട്, അത് എത്ര വലിപ്പമുണ്ട്, ഉരുട്ടി കാണിക്കണം. അങ്ങനെ 5 ഓപ്ഷൻസ് നമുക്ക് ഒരാളടുത്ത് ചോദിക്കാൻ പറ്റും, ഡൗട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം താഴെ നിടുക, ഒരച്ച് കാണിക്കുക, അല്ലെങ്കിൽ അതൊന്ന് കുലുക്കി കാണിക്കുക, തൊട്ട് കാണിക്കുക, തിന്ന് കാണിക്കുക. അങ്ങനെ 5 ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അമ്പൂട്ടൻ അവിടെ എന്തൊക്കെ കാണിക്കും, നീ കാണത്തില്ല. ഭയങ്കര കളിയാ. അപ്പൊ ഗൈസ്, നമ്മുടെ ട്രൂത്ത് ഓർ ലൈ തിങ്സ് ചലഞ്ച് ഇതേ ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. മൃദുല ഞാൻ അറിയാതെ കുറെ തിങ്സ് മൃദുലയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഞാനും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ തുടങ്ങാം. അപ്പം നേരെ ഞാൻ ഒന്ന് പറഞ്ഞോണ്ടാ അമ്പു. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോവാം. ആരംഭിക്കലാമാ. അമ്പുനെ നേരെ പാക്കപ്പ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു ഫസ്റ്റ് റൗണ്ട് ഗൈസ്. ആദ്യം മൃദുല ഞാൻ എടുക്കണോ നീ എടുക്കണോ? ഏറ്റെടുത്തോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. നമ്മള് രണ്ട് കവറിലാക്കി സാധനങ്ങളെല്ലാം എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ഞാനാണ് എടുക്കുന്നത്. ഞാനും എടുക്കണ്ട കയ്യിൽ. നീ കയ്യിലെടുത്തോ. ഒരാൾക്ക് 5 ഓപ്ഷനുള്ള ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു കവറ് മാവാണ് എടുത്തിരിക്കുന്നത്. മാവെന്ന് വെച്ചാ എന്തോ മാവ്? ഒരു ഡൗട്ടായേ, ഒന്ന് കഴിഞ്ഞേ. മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശമാവ്. ഒരെണ്ണം കഴിഞ്ഞ് മൃദുലയുടെ ഒരു ഓപ്ഷൻ കഴിഞ്ഞു. കയ്യിൽ വെച്ചൊന്ന് കിൽക്കണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കേക്കുന്നില്ല. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ലേ? എടാ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആക്കാൻ. എങ്ങനെ ഇങ്ങനെ കിളിക്കാൻ. ഓക്കെ. ഇനി എന്തോ ചെയ്യണം? 2 ആയേ. അത് തറയിലോട്ടിട്ടെ. മാവ അത്ര ഒരുപാട് ഒന്ന് പതിയെ ടേബിളിലോട്ടിട്. 4-മത്തത് അതില് കൈവച്ചൊന്ന് അടിച്ചേ. എടാ, ടേബിളിൽ അടിക്കാനല്ല, സാധനത്തിന്റെ മണ്ട അടിക്കണം. ഞാൻ സാധനത്തിന്റെ മണ്ടയിലാണ് അടിക്കുന്നത്. കള്ളത്തരം ഈ ഗെയിമിൽ കാണിക്കാൻ പറ്റില്ല. കള്ളത്തരം കാണിക്കരുത്. ഇല്ലില്ല, ഞാൻ അതിലാണ് അടിക്കുന്നത്. ഓക്കെ, എനിക്ക് ഒരാസം കൂടല്ലേ ഉള്ളൂ. അത് മാന്തിക്ക്. മാന്താന എന്തില്? ആ സാധനത്തില് കള്ളമാണ്, അത് ദോശമാവല്ല. പിന്നെന്തോ ഒരു ജെല്ലി പോലത്തെ സാധനം. അപ്പൊ ലൈ ആണെന്നോ? ലൈ ആണ്. ജെല്ലി പോലത്തെ സാധനം, ദോശമാവ്. മൃദുലയ്ക്ക് ഒരു പോയിട്ട് കേട്ടോ, മൃദുലയ്ക്ക് ഒരു പോയിട്ട്. എങ്ങനെടാ? ഞാൻ ദോശമാവും കവറുപാലും ഒക്കെ ഏതാണ്ടൊക്കെ സിമിലർ അല്ല, ഒരു തിങ്സിന്റെ ഒരു മീൻസ് ആ ഒരു നമ്മള് കൊറേ കണ്ടിട്ടുള്ളതാ ദോശമാവും. അടുത്തത് ഞാൻ പറയട്ടെ. എന്റെ കയ്യിൽ ഉള്ളത് ഐസ്ക്രീമോ? ഒന്ന് മേലിന്ന് താഴോട്ടെ. കവറൊന്ന് കിലുക്കിക്ക. അതിന്റെ അങ്ങനല്ല, ഒന്ന് നല്ലോണം. എടാ, ഇത് ഐസ്ക്രീമാ, എങ്ങനെ കിലുക്കുന്നേ? ഞാൻ മേലിട്ട് കൊട്ടിയതാ ഇപ്പൊ കേട്ടത്. ഒന്ന് തറയെ വെച്ചൊന്ന് ഒരച്ച് റബ്ബ് ചെയ്തേ. എന്തോടി സാധനം അത്? പറഞ്ഞില്ലേ ഐസ്ക്രീമാണ്. പ്ലാസ്റ്റിക് കവർ ആണെന്നുണ്ടെങ്കിൽ കവർ ഒന്ന് കിലുക്കാനാണോ? പ്ലാസ്റ്റിക് കവർ ആണോ അത്? അവര് കോട്ട് ചെയ്തേക്കുന്നതോ? അതെങ്ങനെ കിലുക്കുന്നേ? അങ്ങനെ കിലുക്ക്. എത്രേ പറ്റുമോ? അത് കോട്ടിങ്ങാ. ഇപ്പൊ എത്ര ഓപ്ഷൻ ആയി? 3 പറഞ്ഞു. അതിന്റെ എഡ്ജ് വെച്ചിട്ട് ഒന്ന്
ഹാർഡായിട്ടൊന്ന് അടിച്ചേ നമ്മുടെ ടേബിളിന്റെ മുകളിൽ. എടാ ഒരു ക്ലൂ വേണം ഞാൻ അങ്ങോട്ട് തരാം. ഇത് 10 രൂപയുടെ ഐസ്ക്രീമാ. ഇതിലെവിടെ എഡ്ജ് ഇരിക്കുന്നത് വേണം ഞാൻ കൊട്ടാ. എനിക്ക് മടിയൊന്നുമില്ല. അതാണ്ട് നീ പറഞ്ഞു 10 രൂപയുടെ ഐസ്ക്രീമാണ്. മീൻസ് എഡ്ജ് ഹാർഡല്ല. ആണ്ട ഈ സൗണ്ടേ കേൾക്കൂ. ഇത് ലൈ ആണ്, ഐസ്ക്രീം അല്ല. ഉറപ്പാണോ? ആ ഉറപ്പാ. പിന്നെ ഇതെന്തുവാ? അതെന്തോ മുട്ടായോ കമ്പൂട്ടായോ എന്തോ കണ്ടത്. കമ്പൂട്ടായോ? കഴിഞ്ഞു? എത്ര കഴിഞ്ഞു? ലൈ ആണ്, ഐസ്ക്രീമാ. ഏട്ടാ ജയിച്ചത് കാടാ. ഞാൻ ചിക്കൻ ഐസ്ക്രീം ആയിരിക്കും. ഓടി ഇത് തൈര്. എടാ ഞാൻ കണ്ടില്ലടാ. എടാ ഞാൻ നീ പൊക്കിയപ്പോ ഞാൻ വിചാരിച്ചേ സത്യം കേട്ടാ. എടേ മൊണ്ണേ ഞാൻ ജയിച്ചേട്ടോ. അപ്പൊ 1-1. ഞാൻ വിചാരിച്ച ഏട്ടാ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്നൊക്കെ ചോദിക്കുന്നത്. ഒന്നും ചോദിച്ചില്ല. എനിക്ക് ഇത്ര മതി. ഡൗട്ട് ക്ലിയർ ആയ. ഓ ജയിച്ചെന്ന്. ഞാൻ ഭയങ്കര ബുദ്ധിശാലിയാണ്. ഫസ്റ്റ് റൗണ്ട് ആർക്കും മാർക്കുണ്ടല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കുണ്ട്. സെക്കൻഡ് റൗണ്ട് എടുക്കാം. ഞാനല്ലേ? ഞാനും എടുത്തേ. രണ്ടുപേരും ഒന്നിച്ചെടുത്തോ. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഗൈസ്. ഞാൻ ഇവിടെ സാധനം എടുത്തിട്ടുണ്ട്. ഞാനും എടുത്തിട്ടുണ്ട്. ഈ വട്ടം ഞാൻ തന്നെ പറയട്ടെ. പറഞ്ഞു. ഇത് ചപ്പലാണ്. ചപ്പലോ? ഏത് ബ്രാൻഡിന്റെ? വാൽത്താറോ അങ്ങനത്തെ ബ്രാൻഡ്. ഇട്ടേ തറയിലോട്ട് പൊക്കിയിട്ടേ. തറയിലിടണ ടേബിളിൽ ഇടാൻ പറ്റും. ടേബിൾ തറ മീൻസ് ടേബിൾ. ഒന്നുകൂടെ. ഓക്കേ. എത്ര രൂപയായി ചെരുപ്പിന്? എത്രാമത്തെ? മൂന്നാമത്തെ. 140 രൂപ. ഒന്നല്ലേ ഉള്ളു കയ്യിൽ? രണ്ടുമില്ലല്ലോ, ഒന്നല്ലേ ഉള്ളു. അതൊന്നും പറയത്തില്ല. ചോദിക്കുന്ന എല്ലാ ഉത്തരം പറയണം. അത് പറയത്തില്ല. ചെരുപ്പ് എന്ന് പറയുമ്പോ ഒരു ജോഡിന്നല്ലേ? ഒരു ജോഡി ചെരുപ്പ് 2 കാണും. ഇപ്പൊ 4 രണ്ടെണ്ണം വെച്ചൊന്ന് തമ്മിൽ അടിച്ചേ. നിന്നെ മോന്തൊക്കെ അടിക്കട്ടെ. അടി. ആ ചെരുപ്പല്ല. ലൈയാണ്. അതെ, ഇത് ഏത് ബ്രാൻഡാ? വാക്കരു. ഞാൻ വായിച്ച ഫ്ലാഷ് ബാക്ക്. വാൽത്താറോ അങ്ങനത്തെ ബ്രാൻഡ്. വാൽക്കരുന്നോ അങ്ങനെ എന്തോന്ന്. എനിക്ക് 2 നീ ചെരുപ്പൊക്കെ വാങ്ങിക്കുന്നു. ഇതൊക്കെ സിമ്പിൾ അല്ലേ ഗൈസ്? അങ്ങനെ പറഞ്ഞില്ല മൃദുല. ഓക്കെ എടുക്കൂ. ഒരു മാർക്കേ. ഒന്നല്ല, എനിക്കിപ്പോ 2. ഓക്കെ, ഞാൻ വള ഊരി വെച്ചേ. കാരണം വള കൊട്ടുമ്പോ സൗണ്ട് കേൾക്കും. ഇനി ഞാൻ പറയട്ടെ. എന്റെ ഉള്ളത് ഒരു ബ്രഷോ. അത് ടേബിളിൽ നിന്ന് ഉരക്കി. മീൻസ് ഏതാണ് ഉരക്കേണ്ട? ബ്രഷിന്റെ ഭാഗമോ? ബ്രഷ് ഉരയ്ക്കൂ. അല്ല, ഉരച്ച് ക്ലിയർ ആയല്ലോ. ഒന്ന് ഹാർഡായിട്ട് ഉരയ്ക്കൂ. പറ്റൂ. ഇനി ഒന്ന് മേലൊന്ന് താഴോട്ടൊന്ന് ഇട്ടേ. ബ്രഷോ? നല്ലോണം ടേബിൾ നോവോ? ഒന്നുകൂടി. ബ്രഷ് അല്ല മോളെ, പല്ലിൽ ഉരച്ചേ. പല്ലിലോ? ഉരക്ക്. നല്ലോണം കേൾക്കുന്നില്ല. ബ്രഷ് എന്ന് പറയുമ്പം എങ്ങനത്തെ ബ്രഷാണ്? നമ്മളെ ടൂത്ത് ബ്രഷിന്റെ ബ്രഷാണോ? പിന്നെ ടോയ്ലറ്റ് ബ്രഷ് എടുത്ത് ഞാൻ പല്ലിൽ ഉരയ്ക്കുവോ? എന്നാ ആ ടൂത്ത് ബ്രഷിന്റെ അറ്റം കൊണ്ടൊന്ന് ടേബിളിലൊന്ന് അടിച്ചേ. ലൈ ആണ്. പിന്നെ ഇതെന്തുവാ? അത് ട്രൂത്ത് ആണ്. ഒന്ന് ഉറപ്പിത്. ട്രൂത്ത് ആണ്. ബ്രഷ് ആണ്. ഇനി മാറരുത്. ലൈ ആണ്. ഇല്ല ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ട്രൂത്ത് ആണ്. കാണുന്നില്ല. അയ്യേ, ലൈ എന്ന് പറഞ്ഞാ മതിയായിരുന്നേ. അയ്യോ, എനിക്കറിയത്തില്ല. നീ പെട്ടെന്ന് അങ്ങനെ മൈൻഡിൽ പറയുന്നു. എന്തൊരു തലച്ചോറ നീ ഇങ്ങനെ പ്രവർത്തനരഹിതമായി പ്രവർത്തിക്കുന്നു. അടുത്തായിട്ട് എടുക്കട്ടെ. തേർഡ് റൗണ്ട് സാധനം എത്തിയിരിക്കുന്നു. നീ പറഞ്ഞു ആദ്യം. ഇതൊരു സ്പ്രേ ഒന്ന് അടിച്ചേ. എങ്ങനെ? സ്പ്രേ സാധാരണ നമ്മൾ അടിക്കുന്ന എങ്ങനെ അടി സൗണ്ട് കേൾക്കുമല്ലോ. ഒന്നുകൂടി.
അതുകൊണ്ട് കേൾക്കുന്നുണ്ട് ചീന്ന്. വേറെ ഒന്നും അല്ലല്ലോ. സ്പ്രേ എന്നല്ലേ പറഞ്ഞേ, ഇനി എന്ത് വേറെ പറയാൻ? പൊക്കി അടിച്ച മണം വരുന്നു നോക്കട്ടെ. സൗകര്യമില്ല, പതുക്കെ അടിക്കും. ഒന്നുകൂടി അടിച്ച് ക്ലിയർ ആയില്ല. മേലും താഴ്ന്നിട്ടെ. വെയിറ്റ് ചെയ്യും. അതെന്തോ വെയിറ്റ് ചെയ്യുന്നേ? ഇച്ചിരി വെയിറ്റ് ഉണ്ട് അതുകൊണ്ട്. ഒന്നുകൂടി ഇട്ടെ. അതിന്റെ ബ്രാൻഡിന്റെ പേരെന്തോ സ്പ്രേഡാ? ഇതിന്റെ ബ്രാൻഡ് ഗാർണിയറോ? ഗാർണിയറോ? എത്ര ആലോചിച്ചിട്ടില്ല. ഞാൻ കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യണമല്ലോ അതിന് വേണ്ടിട്ട്. ഗാർണിയർ തന്നെയല്ലേ? കറക്റ്റ് ആണല്ലേ? ഇതെന്തുവാ? ഇന്ന് ഒരച്ചേ. ഗ്ലാസ് ആണോ അതോ പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക്കാ, ഗ്ലാസ് അല്ല. 5 ആയോ? 4 തോന്നുന്നു. ഒന്നുകൂടെ ചോദിച്ചാൽ മതി. ഇത് സ്പ്രേ മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. പക്ഷെ ഗാർണിയറിന്റെ സാധനം ഒന്നുകൂടി ഒന്ന് അടിച്ചേ. അടിക്കുന്നത് ആദ്യത്തെ ഓപ്ഷൻ കഴിഞ്ഞു. ഇനി വേറെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയൂ. ഗാർണിയറിന്റെ ഏത് കളറാണ്? സ്പ്രേയോ? മൂടി എഴുതിയിരിക്കുന്ന ഏത് കളറാ? മൂടി മഞ്ഞ. ലയ്യ. പിന്നെ ഇതെന്തോ? അതെന്തോ ട്രൂത്താ. എടാ ഇത് രണ്ടാമത്തെ തൊട്ടാ നീ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ട്രൂത്താ സ്പ്രേ തന്നെയാണ്. ഇത് മാറ്റുവോ? ഇല്ല. എനിക്ക് ഇങ്ങനെ ആയി പോന്നേ. നീ എന്തിനാ ഈ ലൈവ് പറഞ്ഞിട്ട് ട്രൂത്ത് പറയാണ്ടിരിക്കുന്നേ? പിന്നെ ഇത് എന്തോന്നുള്ള ചോദ്യത്തിൽ ഏറ്റവും ഫ്ലാറ്റ് ഉണ്ടോ? ഗാർണിയറിന് സ്പ്രേ ഉണ്ടോ? എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഐറ്റം ചെറുതായിട്ട് സ്വിച്ച് ചെയ്തേ. എന്തോ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ തേർഡ് റൗണ്ട് ഏട്ട എന്തോന്ന് പറ. ഇതിലും പോയിന്റ് എനിക്കാണേ. അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ ഈ റൗണ്ടിൽ. അതെന്നെ. നിനക്ക് എത്ര പോയിന്റ് ആയി മൊത്തം? 3. എനിക്ക് 2. ഓക്കെ, ഇതൊരു കൊക്കോളയാണ്. ഓക്കെ, ഒന്ന് തുറന്നേ. ഓക്കെ, അത് എത്ര രൂപയുടെ കൊക്കോളയാ? ഇത് 40 രൂപ സംതിങ്. അന്ന് ഇട്ടേ തറയില്. അന്ന് 2 കൊക്കോള ഉണ്ടോ? ഉള്ളൂ. ഒരെണ്ണം ഞാനാ കൊക്കോളൻ. കോളനെ കിട്ടുന്നു. ഒന്നുകൂടി ഇടണോ? ഒന്നുകൂടി ഇട്. ഓക്കെ, അന്ന് കുടിച്ചേ. ഡയറ്റാണ്. കൂടെ അത് ഫ്രീ എടുത്തോ? വേണ്ട, ഒന്ന് ഉരുട്ടിക്ക് ടേബിളില്. ഉരുട്ടിയാ നീ കണ്ടുപിടിക്കുക. ഒന്ന് ഉരുട്ട നീ. ഓക്കെ, 5 ഓപ്ഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ലൈ ആണ്, അത് ആപ്പി ഫിസ് ആണ്. ആപ്പി ഫിസ് 7up ആണ്. ലൈ ആണോ? ലൈ ആണ്. സോഡയാണ്, പ്ലെയിൻ സോഡ. എന്തായാലും ലൈ ആണ്. ഓക്കെ, അപ്പൊ മൃദുലക്ക് വീണ്ടും 4 പോയിന്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഞാനിവിടെ തപ്പ് 1 മിനിറ്റ് ഐറ്റം കിട്ടി. നീ ഏട്ടൻ പറ. 4th റൗണ്ട്. 4th or 5th? ഓക്കെ, ഇതൊരു ടോയ് ആണ്. ടോയ്? അതെ, ഒരു കരയുന്ന ടോയ്. എന്നാ ഒന്ന് കരയിച്ചേ. കരഞ്ഞ് ഒന്നുകൂടെ. വണ്ടിയാണോ ജീവിയാണോ? വണ്ടി. ഏത് വണ്ടി? വണ്ടി പലതരം വണ്ടി ഉണ്ടല്ലോ. കാറോ സ്കൂട്ടിയോ ജീപ്പോ? ഇല്ല, ട്രക്ക് കണക്കിരിക്കുന്ന വണ്ടി. ഓക്കെ, അന്ന് ഉരുട്ടിക്ക ടേബിളിൽ കൂടെ. കേട്ടില്ല? ഒന്നുകൂടെ. നേരത്തെ ഈ സൗണ്ട് വന്നില്ല. അല്ല, നേരെ ഉരുട്ടിയില്ലേ. ഒന്നുകൂടെ ഉരുട്ടിക്ക്. ബാറ്ററി ആണോ അതോ ചുമ്മാ ഒന്നുമില്ലേ? ബാറ്ററി അല്ല, ചുമ്മാ നമ്മളിങ്ങനെ. അതിന് എത്ര രൂപ? ഇതിന് 60 രൂപ സംതിങ്. ലയ്യ? ഓക്കെ അല്ലേ? അല്ല, അതിന്റെ വീല് മാത്രം ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിക്കില്ല, അമ്പൂട്ട് ഉരുട്ടുന്ന പോലെ. കൈ വെച്ചാ? വണ്ടി കയ്യിൽ വെച്ചിട്ട് വീല് ഉരുട്ടല്ല, അമ്പൂട്ട് ഉരുട്ടുന്ന പോലെ. കേൾക്കുന്നില്ല? അങ്ങനെ കൈ വെച്ചിട്ട് സൗണ്ട് കേൾക്കില്ലടാ. പിന്നെ ആര് പറഞ്ഞു വീല് ഇറങ്ങുന്ന സൗണ്ട് കേൾക്കത്തില്ല? അമ്പൂട്ട് ഉരുട്ടുന്ന കണ്ടിട്ടില്ലേ? ഒന്നുകൂടെ. ട്രൂത്ത്.
ഞാൻ ലൈവ് പറഞ്ഞു ഇത് മാനിപ്പുലേഷനാ. അതൊക്കെ എനിക്ക് തോന്നി എനിക്ക് കത്തിയതല്ലാന്ന്. അതൊക്കെ ഞാൻ ലൈവ് പറഞ്ഞപ്പോ അവന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണോ അതിൽ ഞാൻ വീണുപോയി. അതാണ് നമ്മളങ്ങനെ ടാക്ടിക് ആയിട്ടൊക്കെ പറയും. ഓക്കെ, അടുത്തത് പറയട്ടെ. നീ എഴുന്നേറ്റപ്പോ എന്റെ കയ്യിലിരിക്കുന്ന കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഉറപ്പന്നെ? സത്യം കണ്ടില്ല. പറയട്ടെ, എന്റെ ഒരു റിമോട്ടാ. റിമോട്ട് ഒന്ന് ഞെക്കണോ? അത് ടിവിയുടെ റിമോട്ടാണോ? അല്ല, എസിയുടെ റിമോട്ടാ. ഓഹോ, എസിയുടെ റിമോട്ടാണോ? ആ എസിയുടെ റിമോട്ടിൽ എന്തോ എഴുതിയിരിക്കുന്നത്? എസിയുടെ റിമോട്ടില് ലൈറ്റ് എത്തുന്ന ഒരു ഏരിയ ഉണ്ട്, പിന്നെ കുറെ അക്കങ്ങളുണ്ട്, ഓൺ ഓഫ്, നിനക്ക് അറിയാലോ. അല്ല, അത് എന്തോ ബ്രാൻഡിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. എസി ഏതാ ബ്രാൻഡ് തന്നെ അറിഞ്ഞൂടെ? ബ്ലൂ സ്റ്റാർ. ആ റിമോട്ടിനകത്ത് ബാറ്ററി ഒന്ന് ഊരിട്ട് തറയിട്ടെ. ബാറ്ററി തറയിട്. ഒന്നുകൂടി തറയിട്, പൊക്കി തറയിട്. എന്നുവെച്ചാൽ നല്ല ഹൈറ്റിൽ നിന്ന് തറയിട്, മറ്റല്ലേ. ഒരുപാട് പാടുപെടുന്നുണ്ടല്ലേ ലൈ. ലൈ പൊക്ക് പൊക്ക് കാട്ട്. അവിടെ പോയി, അവിടെ നീ ചിന്തിച്ചാടിയോ? ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും എടുത്തേനെ, അത് ഞാൻ ഓർത്തില്ല. അയ്യോ അയ്യോ. ഓക്കെ ഗൈസ്, പൈസ പറത്തറൗണ്ടേ. ഈ കൊള്ളാം കളി. മൂടായത് കേട്ടോ. നീ എടുത്തോ, ഞാൻ എടുത്തു. ഓക്കെ, നിന്റെ എന്താ ഉള്ളേ? എന്റെ ഒരു തണ്ണിമത്തൻ. തണ്ണിമത്തനോ? ഓക്കെ, തണ്ണിമത്തനൊന്ന് ഇട്ടേ ടേബിളില്. ഒന്നൂടെ ആ ടേബിളിൽ വെച്ചിട്ടൊന്ന് കറക്കിക്കേ തണ്ണിമത്തൻ. ഓഹോ, തെർമാക്കോളൊക്കെ തന്നെ കൈവച്ച് തട്ടുന്നത്. തെർമാക്കോൾ അല്ലാതെ കറക്കുക. അത് ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചേ, റബ്ബ് ചെയ്യാൻ നിന്റെ കൈയും കൂടെ വെച്ച്. എന്റെ കൈ വെച്ച് റബ്ബ് ചെയ്യാനോ? മീൻസ് ഇങ്ങനെ ആക്കൂലേ? ആ, മുറിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? നീ ഒന്ന് കടിച്ചേ. തൊലിയല്ലേ ഇങ്ങനെ കടിക്കുന്ന? കടിക്കുക. ഓക്കെ, കുഴപ്പമില്ല. വേണ്ട. എത്ര വെയിറ്റ് വരും തണ്ണിമത്തന്? ഇതൊരു 1 കിലോ അടുപ്പിച്ച് വരുമായിരിക്കും. 1 കിലോ ഇല്ല, ചെറുത്. ലൈയ തണ്ണിമത്തനല്ല, നാരങ്ങ എന്തോ ആണ് സംഭവം. അതങ്ങനെ നാരങ്ങ എന്ന് പറയാൻ കാരണം തണ്ണിമത്തൻ ഇട്ടേ ടേബിളിൽ കറക്കിക്ക്. ഇത്ര വെയിറ്റ് ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചേ, നീ ഒന്ന് കടിച്ചേ. മണം വന്നു. ഞാൻ കടിച്ചപ്പോ മണം വന്നേടി മൃദുലേ. കടിക്കണ്ടായിരുന്നു. അതെ, തണ്ണിമത്തൻ കടിക്കാൻ പറയുമ്പോഴേ നീ ഇത് ആർഗ്യൂ ചെയ്യണമായിരുന്നു, തണ്ണിമത്തൻ കടിക്കാൻ പറ്റത്തില്ല എന്ന്. ഇത് ഇച്ചിരി കഴിഞ്ഞിട്ടാന്ന് ഇങ്ങനെ തൊലിയല്ലേ. വന്നിട്ടേണ്ടല്ലടാ. എനിക്ക് 5. നോക്കട്ടെ, എന്നെ കാണരുത്. ഓക്കെ, വലിയ നാരങ്ങയായിരുന്നു. വലിയ നാരങ്ങ അച്ചാറിടാം. ഓക്കെ, അടുത്ത ഞാൻ. എന്റെ ഒരു കവർ മുറുക്ക് കടിക്കണമെങ്കിൽ ആദ്യം ഇത് പൊട്ടിക്കണ്ടേ? അത് പൊട്ടിക്കണം. നീ പൊട്ടിച്ചു, ഞാൻ കടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഫ്രീ ആയി. ഓപ്ഷൻ ഫ്രീ ആയിട്ട് നമ്മൾ മുൻകൂട്ടി അടിച്ചു. ഓക്കെ, കടി. ഓ, മുറുക്കൊക്കെ ഇത്രയും ക്രിസ്പിയാണ് നിങ്ങളുടെ നാട്ടിൽ. നമ്മളെ നാട്ടിലൊക്കെ കുറച്ചും കൂടി ഭയങ്കര ടൈറ്റാ. നിനക്ക് അറിയാത്തൊരു മുറുക്ക. ശരി, അപ്പൊ അത് മുറുക്കേ ആയിരിക്കൂല. ഒരു കാര്യം ചെയ്യുന്നു, പൊക്കിയിട്ടെ. മുറുക്കല്ല, കവറോട് അങ്ങിട്ട് പൊക്കിയിട്ട്. മുറുക്ക് ഇത്ര ലൈറ്റ് വെയിറ്റോ? എത്ര ഗ്രാമിന്റെ പാക്കറ്റ്? 17 രൂപ. എത്ര ഗ്രാമിന്റെ ഞാൻ ചോദിച്ചു. ഗ്രാമോ? 17 രൂപയ്ക്ക് ഇതിന്റെ ആര് കൊണ്ടുവച്ചിരിക്കുന്ന മുറുക്ക്? ലയ്യ. 17 രൂപയ്ക്ക് 1 കിലോയുടെ മുറുക്കില്ല, ലയ്യ. പിന്നെ ഇതെന്തുവാ? അത് എന്തുവാ, എന്താ പാക്കറ്റാ? ചീറ്റോസോ ലൈസോ എന്തുവാ? 17 രൂപയ്ക്കാ. പിന്നെ ആര്? നീ വായിന്ന് 17 വീണു. 17 രൂപയ്ക്ക് ആരും മുറുക്ക് കിട്ടും? മുറുക്ക് ആണെ കൊടുക്കണം 50 രൂപ 60 രൂപ. അതിന് മുറുക്ക് എങ്ങനെ കടിക്കണറിയോ? എന്നാലും മനസ്സിലാവൂടാ, എന്നാലും മനസ്സിലാവും. ലൈസ് അത് മനസ്സിലാവും. ഗൈസ്, അപ്പൊ അടുത്ത റൗണ്ടിലോട്ട് പോവാം. അപ്പൊ ഈ റൗണ്ടിലും പോയിന്റ് എനിക്കാണേ. അടുത്ത റൗണ്ട്
ഓക്കെ, എൻ്റെ കയ്യിലുള്ളത് ഒരു ചപ്പാത്തി പലക. ചപ്പാത്തി ചപ്പാത്തി പലക. പലക മീൻസ് ചപ്പാത്തി റോള്. മനസ്സിലായി. ഒന്ന് ഉരുട്ടിക്കേ. അതിന്റെ മൂല വെച്ചൊന്ന് കൊട്ടിക്കേ. മൂലയോ? ഹാർഡായിട്ട് പൊക്കി വന്നിട്ടേ. നല്ല പൊക്കിയോ? ആ ഓക്കെ. ഏട്ടൻ കൈ വെച്ചൊന്ന് മാന്തി കയറി. ലൈ ആണ്. കുറച്ചുകൂടെ കട്ടിയുള്ള എന്തോ സാധനമാണ്. എന്നോടോ മാല മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യമായിരുന്നു കേട്ടോ, അത്യാവശ്യം. ഇന്നാൾക്ക് ബ്രദർ പറഞ്ഞ എല്ലാ ചലഞ്ചും ഞാനാ ജയിക്കുന്നത് കേട്ടോ. എനിക്കത് തിരുത്തി കൊടുക്കണമുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അടുത്ത മോളുടെ പറയട്ടെ. എന്റെ കയ്യില് ഒരു കുപ്പി ഫ്രൂട്ടി. എത്ര രൂപയുടെ? 20. പൊട്ടിച്ചൊന്ന് കുടി, ശബ്ദം കേക്കട്ടെ. നല്ല പൊക്കി കുടി. അത് മുഴുവൻ കുടിച്ചിട്ട് അതിന്റെ കുപ്പി തറയിട്. മൊത്തം കുടിക്കണോ? ആ, മൊത്തം കുടിച്ചിട്ട് കുപ്പി തറയിട്. അതെ, മൊത്തം കുടിക്കുന്നേ. കുടിക്ക്, ഞാൻ പറഞ്ഞാ ചെയ്. കുടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നില്ല മൃദുലേ. ഞാൻ കുടിക്കാൻ തുടങ്ങിയില്ല, അതാണ്ട് കുടിക്കുന്നേ ഉള്ളൂ. പൊക്കിക്കൂടി, ശബ്ദം കേൾക്കുന്നില്ല. ഈ വിഴുങ്ങി ഇറക്കുന്നതിന് ശബ്ദം കേക്ക്. എടാ കുടിക്കുന്ന എങ്ങനെ സൗണ്ട് കേൾക്കുന്നേ? എടാ നമ്മള് വെള്ളം കുടിക്കുമ്പോ സൗണ്ട് കേൾക്കാറില്ലേ ഗായ്സ്? ആ, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അടക്കിയിട്ട് നിട്ടേ. പൊക്കിയിട് പൊക്കിയിട്. നല്ല ഇട്ട്. ഫ്രൂട്ടി അല്ല, വേറെ ഏതോ ഡ്രിങ്കാ. ലൈയാ. നീ എന്തുണ്ടാ ഫ്രൂട്ടി അല്ലെന്ന് പറഞ്ഞേ? ഫ്രൂട്ടിയാ. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം. ഞാൻ അതുകൊണ്ട് മൊത്തം കുടിക്കണോന്ന് ഞാൻ ചോദിച്ചേ. അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ, എൻ്റെ ഒരു കാൽക്കുലേറ്റർ. എൻ്റെ പേന. പേനയോ? ഓക്കെ, ഏട്ടൊന്ന് കൊട്ടിക്കേ പേന. പേന മീൻസ് അത് കവറിലായിരിക്കുന്നത്. കവറിലെ പേന? ആ, കൂടിയ കവറിൽ നിന്ന് പൊട്ടിച്ചിട്. ഒരു ഓപ്ഷൻ കഴിഞ്ഞേ. അല്ലെ, പേന കൊട്ടാൻ പറയുമ്പോ ഇപ്പൊ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് വേണ്ടേ കൊട്ടാൻ? ഇതാ ഞാൻ തോക്കൂടെ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞേ. പേന കൊട്ട്, കൊട്ട് പേന. ഇത് പൊട്ടിക്കട്ടെ. ആ, എടുത്തെടുത്ത്. അതേതാ കമ്പനി? ലെക്സിന്റെ. എത്ര രൂപയുടെ പേന? 15. ഒരു മിനിറ്റ്. ആ, 18. 18ഓ? ആ പേന ഒന്ന് ഉരുട്ടിക്കേ ടേബിളിൽ. ഓക്കെ, ആ അടക്കുകയും തുറക്കുകയും ചെയ്തേ ക്യാപ്പ്. ഇത് മറ്റേ കറക്കുന്ന ടൈപ്പ്. കേക്കുന്നില്ല. ഇത് കറക്കുന്ന ഇത് കറക്കുന്ന ടൈപ്പാ. അത് ശരി, അതിന്റെ ലീഫ്ലർ ഒന്ന് കൊട്ടിക്കേ ടേബിളിൽ. ലീഫ്ലറിന് തുമ്പ്, എഴുതുന്ന തുമ്പ്. പേനല്ല. ലിപ് ഗ്ലോസ് എന്തോ. എടാ എടാ എനിക്ക് വേണമായിരുന്നു കേട്ടോ, എനിക്ക് വേണമായിരുന്നു. അവന് 18 രൂപയ്ക്ക് ലെക്സിന്റെ അവിടെ തന്നെ പോയി. മന്ദ കുത്തി തരങ്ങൾ. എടാ ഇത് നീ തൊലച്ചോടാ, ഒടിച്ചോടാ. നീ തുറക്കാൻ പറഞ്ഞു എന്തിനാ? എടാ തുറക്കാൻ പറഞ്ഞ പൊട്ടിച്ചു തരുവോ? പൊട്ടിച്ചോ? അത് ഇത് അടയുന്നില്ല. അത് പിന്നെ അടഞ്ഞ്. ആ ലിപ് ഗ്ലോസ്. താങ്ക് യു. അടി, കാൽക്കുലേറ്റർ അടി. ടേബിൾ അടിക്കാനോ? അതിനകത്തടി. ഏത് കമ്പനി? കാൽക്കുലേറ്ററിന്റെ കമ്പനി ഒന്നും ഇത് എഴുതിയിട്ടില്ല. കമ്പനി ഇല്ലാത്ത പ്രോഡക്റ്റോ? കാസിയോ. കാസിയോ. CASIO. എത്ര രൂപയായി? ഇതിനൊരു 258. മേലെ താഴോട്ടെ. ലൈ ആണ്. കാൽക്കുലേറ്റർ അല്ല. അല്ലല്ല. ഉറപ്പ്? ഉറപ്പ്.
പൊടി 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 പറയാങ്ങനെ കാരണം എനിക്ക് മനസ്സിലായി. നീ 200 എത്ര രൂപയുടെ കാൽക്കുലേറ്ററിന് കമ്പനിയുടെ പേരിന് നീ തപ്പിക്കളിച്ചു, മനസ്സിലായില്ലേ? 250 കാൽക്കുലേറ്റർ പേര് വെണ്ടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നീ ടൈം എടുത്താ പറഞ്ഞേ, നീ അവിടെ ലാഗ് അടിച്ച് അതില് പോയതാണ്. നേരത്തെ ഓർത്ത് വെക്കണ്ടേ. ഓക്കെ ഗായ്സ്, അടുത്ത റൗണ്ട്. ഓക്കെ, എന്റെ കയ്യിലുള്ളത് ഒരു പൗഡറാണ്. പൗഡറോ? മുഖത്തേക്കുന്ന പൗഡർ? മുഖത്ത് കഷത്തൊക്കെ ഇടാം. ഏത് കമ്പനി? കുട്ടിക്കൂറ. കളർ റോസ്. ഓക്കെ, തറയിട്ടെ. എത്ര രൂപയുടെ? 135. ഇന്നലെ വിൽക്കുന്ന പൗഡർ ഒന്ന് കൊട്ടിക്കേ തറയില്. തറയിലല്ല, ടേബിളില്. അങ്ങനെ കൊട്ടാനല്ല, പൗഡർ കൊട്ടാൻ. പൗഡറാ കൊട്ടുന്ന? പൊടി കൊട്ടാൻ. പൊടിയോ? ആ, പൗഡർ കൊട്ടൂല ഇങ്ങനെ, എടുക്കില്ലേ? മനുഷ്യ പൗഡർ തുറന്നിട്ട് ഇങ്ങനെ ഇടാൻ, നമ്മൾ പൗഡർ മുഖത്ത് തേക്കാൻ ഇങ്ങനെ ഇടത്തില്ലേ? ആ, അങ്ങനെ അങ്ങനെ കയ്യില്. ആ, കയ്യിലല്ല, ടേബിളില്. ഒന്നുകൂടെ ഇട്ട്. ഓക്കെ, അന്ന് അടയ്ക്കുകയും തുറക്കുകയും ചെയ്തേ പൗഡർ. അതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്തോ? ഫ്രണ്ടിലുള്ള പടം എന്തിന്റെയോ? പടം അത് ഒരു റോസ്. എന്റെ ഓപ്ഷൻ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. പിന്നെ 5-6 ആയില്ലേ? പൗഡറാണ്. ഓക്കെ, നോട്ടെ. ഇറങ്ങിപ്പോ. എന്റെ ദേഹം മൊത്തം പൗഡർ. അഭിനയിച്ച് വിക്കി, ഭയങ്കരമായിട്ട് വിക്കി. ആദ്യം സംശയിക്കും, കുട്ടിക്കൂരക്ക് പൗഡർ ഉണ്ടോന്ന് ഞാൻ സംശയിച്ചു. മൊത്തം പൗഡർ ആക്കി. മൊത്തം ആക്കിയോടെ? ഇല്ല, പിന്നെ വേണേ കൂടെ നോക്ക്. നീ അവിടെ സാധനം വെച്ചിട്ടുണ്ടോ? മാറ്റി ഞാൻ, നോക്ക്. എന്റെ കയ്യില് മുട്ടയുണ്ട്. മുട്ടയിട്. മുട്ട കൈ വെച്ച് ഇങ്ങനെ ഉരുട്ട് ടേബിളിനുണ്ടേ കൂടെ. മുട്ട പൊട്ടിച്ച് ടേബിളിനുണ്ടെ ഒഴുകി. പൊട്ടിക്കാനോ? അതിന് എന്റെ കയ്യിൽ ഇതില്ല. ടേബിളിൽ കൊട്ട്. എടാ, എന്റെ കത്തിയില്ല. ലൈ ആണ് മുട്ട. നിന്റെ ഓപ്ഷൻ തീർന്നില്ലല്ലോ. നീ ഒരു കാര്യം പറഞ്ഞ അതിൽ ഉറച്ചു നിൽക്കണം. പൊട്ടിച്ചൊഴിക്കാൻ പറഞ്ഞാ ഒഴിക്കണം. ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ നിന്നെ മൈൻഡ് ആക്കാൻ പറയും. ഉടനെ കയറി ലൈ ആണ്. എനിക്കിപ്പോ 8 പോയിന്റ് കണ്ടായി, ഞാൻ എണ്ണിയില്ല. ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ്. എന്റെ തീർന്നു. എടുത്താ മതി. എടാ, ഇതിപ്പോ കുറെ റൗണ്ട് ആയി. ലാസ്റ്റ് റൗണ്ട് അല്ലേ? സെക്കൻഡ് ലാസ്റ്റ്. ഇനി ഒരു റൗണ്ട് കൂടെ വരാം. കൊള്ളാം കളി. നിന്റേത് ആദ്യം പറ. എന്റെ കയ്യിലൊരു ആപ്പിളാ. ആപ്പിൾ. മേലും താഴോട്ട് കടി. ആ ആപ്പിളിനകത്തൊരു കുരു ഉണ്ട്. ആ കുരു എടുത്തൊന്ന് മേലും താഴോട്ട്. ആ കുരു കിട്ടണമെങ്കിൽ ഞാൻ ഈ സെന്ററിലോട്ട് കടിക്കണം. അത് കടിക്കണം, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ആ കുരു എടുക്കണം. അപ്പൊ അതിന് കൊറേ കടി കടിക്കണം. ഒരു മിനിറ്റ്. നല്ല പേരക്കേടാ മണം. മൊണ്ണയാ കേട്ടോ. പേരക്കേക്ക് നല്ല മണം വന്നു. പിന്നെ നല്ല പഴുത്ത പേരക്കയുടെ മണക്കായി. ഇനി അടുത്തത് ഞാൻ ഇടുവാണേ. ആ, എന്റെ ഇരിക്കുന്നത് ഒരു പടവലങ്ങ. കൈയും കൂടി ഇടാറില്ല പറഞ്ഞ, പടവലങ്ങ മാത്രം ഇടാനാ പറഞ്ഞത്. കൈ വെച്ച് കൊട്ടുന്നടേ. എടി, അത് കഴിഞ്ഞ. പടവലങ്ങയ്ക്ക് എത്ര നീളം വരും? പടവലങ്ങയ്ക്ക് എന്റെ കൈയുടെ നീളം വരും. ഫുൾ കൈയോ അതോ? അല്ല, എന്റെ ഒരു പാതി കൈയുടെ മുട്ട് വരെ. മുട്ട് വരെയല്ലേ? ആ, ഏതാണ്ട് ഏകദേശം. ഇന്ന് ചൊരണ്ടിക്ക് നഖം വെച്ച് പടവലങ്ങ. അപ്പൊ അതിൽ നിന്നൊരു വെള്ള കളർ ഇളകി വരും പടവലങ്ങയാണെങ്കിൽ. ചൊരണ്ട് ചൊരണ്ടുവാ കേക്കുന്നില്ല. എടാ, നഖം വെച്ച് ഇങ്ങനെ ചൊരണ്ട്. നീ ഒന്നും മിണ്ടായി വായും കൊണ്ട്, എന്നാലേ കേക്കാൻ പറ്റൂ. ശരി, കേക്ക്. ഒന്ന് ഉരുട്ടിക്കേ ടേബിളില്.
പിന്നെ ഉരുട്ടിഞ്ഞായി. ഉരുട്ടുന്ന സൗണ്ടേ ഇല്ല. ഉരുട്ടുന്നതിന് ഇനിയിപ്പോ എന്തുവാ ഇങ്ങനെ വെച്ച് ഉരുട്ടുന്ന സൗണ്ട്? അതാണ്ട കേട്ടോ. ഒടിച്ചേ ഒന്ന് പടവലങ്ങ പടവലങ്ങ മണം വന്നിട്ടല്ലേ നീ അറിഞ്ഞേ? ഇതിന്റെ ഒരു കുരു തെറിച്ചു പോയിട്ട് അവള് കണ്ടില്ലെങ്കിൽ അവള് കണ്ടുപിടിക്കുന്നില്ല. അമ്മച്ചാണ് കണ്ടുപിടിക്കുന്നില്ല. പൊട്ടിച്ചപ്പോ അതിന്റെ ഒരു കുരു പൊട്ടിച്ചപ്പോ ഒരു കുരു നീ കുരു പോവാതെ പൊട്ടിക്കണമായിരുന്നു. അതെന്റെ മിസ്റ്റേക്ക് ആണോ? നീ അങ്ങ് മനസ്സിലായിരുന്നില്ലല്ലേ? ഇല്ല, കളി കൊള്ളാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ്. എന്റെ ഒരു ഗ്ലാസ് ആണ്. ഗ്ലാസ് മീൻസ് ഗ്ലാസ്, സോറി ഗ്ലാസ്, സ്പെക്ക്. അങ്ങനെ കൂളിംഗ് ഗ്ലാസ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ്. സ്പെക്ക് സ്പെക്ക്. ഓക്കേ, സ്പെക്ക് എന്താ കവറിലാണോ? ആ, കവർ. കവറിൽ നിന്ന് പുറത്തെടുത്ത് ഒന്ന് തുറന്നേ. സ്പെക്ക് തുറന്നിട്ടൊന്ന് വെച്ച്. കേട്ടില്ല. വെച്ച് വെച്ച്. അതിന്റെ രണ്ട് ചെവി ഉണ്ടല്ലോ, രണ്ട് കാല്, അത് തമ്മിലൊന്ന് കൂട്ടി അടിച്ചേ. അതേ രണ്ട് കാലും തറ ടേബിളിൽ അടിച്ചേ. ടേബിളിൽ അടിക്കാൻ കാല് മടക്കി വെച്ചിട്ട് ഒന്ന് ഉരുട്ടിക്കേ ടേബിളിലോ. തിരിച്ച് കവറിൽ വെച്ചൊന്ന് പൊക്കിയിട്ട്. അത് സ്പെക്കാണ്. എന്നാ മോനെ അമ്പ് കരയുന്നു. അമ്പ് കരയുന്നു. ലാസ്റ്റിന് എന്റെ കൂടെ ഉള്ളേ. ഇപ്പം ഞാനാണ് ടോപ്പിൽ നിൽക്കുന്നത്. എന്റെ സ്ലൈം ഉണ്ട്. സ്ലൈം അത് കയ്യിലല്ലേ സ്ലൈം എടുത്ത് കൈ വെച്ചേക്കല്ലേ? അല്ല, പാക്കറ്റിലാ. പാക്കറ്റിൽ എടുക്കണോ? പൊക്കിയിട്ട് സ്ലൈം മാത്രമായിട്ടോ. ഇതൊന്ന് എടുത്തോട്ടെ, വരാൻ പാടാം. ഇടട്ടെ? ഇത്ര സൗണ്ടേ കേക്ക്. നല്ല പൊക്കിയിട്. ഈ ഹൈറ്റ്, ഇങ്ങനത്തെ ഹൈറ്റിന് അങ്ങനാണ് ഇട്ടത്. അതൊന്ന് ഉണ്ട ഉരുട്ടിട്ട് എറി. ഉണ്ട ഉരുട്ടി ഹാർഡിലെറി ടേബിളിലോട്ട്. കാണത്തില്ലല്ലോ. ഇല്ല, ഒന്നും കത്തുന്നില്ല. ഒന്നും മനസ്സിലാവുന്നു. അന്ന് റോൾ ചെയ്യുന്നു ടേബിളിൽ. സ്ലൈമോ? എന്റെ കൈയുടെ സൗണ്ട് കേൾക്കും, അതിന്റെ സൗണ്ട് കേൾക്കൂല. ലൈ ആണ്, സ്ലൈം അല്ല. ഉറപ്പിക്കാവോ? നോക്കിക്കോ. സ്ലൈം അല്ല, ജെല്ലി മുട്ടായ. അത് കണ്ടു. എനിക്ക് ഒന്ന് ഫീൽ, എനിക്ക് അങ്ങനെ പ്രത്യേക കത്തി, ഞാൻ കറങ്ങി കുത്തിയതാ. പിന്നെ സ്ലൈം എങ്ങനെയായാലും ഇത്ര എറിഞ്ഞ ശബ്ദം കേൾക്കും. ഇത് ശബ്ദം കേട്ടില്ല. അപ്പൊ ഗൈസ്, പോയിന്റ് വക ഇത് ഇവിടെ കാണിക്കും ആരാണ് വിന്നർന്ന്. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. ടൈറ്റായി ആയിരിക്കും. ഞങ്ങളുടെ നിഗമനം ടൈറ്റായാണ് തോന്നുന്നത്. സോ ഗൈസ്, അപ്പൊ എന്തായാലും അടിപൊളി ഒരു ചലഞ്ച്. സുഹൃത്തുക്കളെ, അമ്പുട്ടൻ ഇവിടെ കരച്ചത് തുടങ്ങി. വൈനപ്പേര് സുഹൃത്തുക്കളെ അടിയോ. ബ്ലുംപടയാനുള്ള ആളിവിടെ എത്തിയിട്ടുണ്ട്. ബ്ലുംപടയാൻ വേണ്ടിട്ട് ഇവിടെ ബ്ലുംപടയാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ അത്രേ ഉള്ളൂ അമ്പു. അങ്ങോട്ട് നോക്കിട്ടോ, അങ്ങോട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള ഒരേ ചുറ്റി കാണുന്നവര് അങ്ങനെ അങ്ങ് പോയാലോ.